Yes, good morning to you all. Today we are doing the ancient Greek tragedy, Antigone. Antigone, by the famous ancient Greek tragedian Sophocles. And now we are doing a brief biographical sketch of Sophocles. Sophocles was one of the ancient tragedians of ancient Greece. Sophocles was one of the ancient tragedians of ancient Greece. He has remained the standard by which other playwrights are judged. ഈ സോഫോക്ലിസ് എന്ന് പറഞ്ഞ ഒരു ഹാൾമാർക്ക് പോലെ ഒരു സ്റ്റാൻഡേർഡായി നിലകൊണ്ടു. സോഫോക്ലീസിൻ്റെ ട്രാജഡീസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു കാലത്ത് മറ്റ് ട്രജീഡിയൻസിനെയൊക്കെ ജഡ്ജ് ചെയ്തിരുന്നത്. മറ്റ് ട്രജീഡിയൻസിനെ ജഡ്ജ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു സ്റ്റാൻഡേർഡായിരുന്നു, ഒരു ഹാൾമാർക്കായിരുന്നു നമ്മുടെ ഏൻഷ്യൻ്റ് ട്രജീഡിയൻ സോഫോക്ലിസ്. ഹി ഹാസ് റിമെയിൻഡ് ദി സ്റ്റാൻഡേർഡ് ബൈ വിച്ച് other playwrights are judged. Chronologically, in the order of time, Sophocles was the second in the triumvirate. Triumvirate means the three eminent persons, the three famous persons. നിങ്ങൾ ജൂലിയസ് സീസറിലൊക്കെ ഫസ്റ്റ് ട്രയംവിറേറ്റ് പഠിച്ചിട്ടുണ്ട്. മഹത് വ്യക്തികളുടെ മൂവർ സംഘം, 3 പേരടങ്ങുന്ന മഹത് വ്യക്തികൾക്കാണ് ട്രയംവിറേറ്റ് എന്ന് പറയുന്നത്. സോഫോക്ലീസ് വാസ് ദി സെക്കൻഡ് ഇൻ ദി ട്രയംവിറേറ്റ് ഓഫ് ദി ഗ്രേറ്റ് ഗ്രീക്ക് പ്ലേറൈറ്റ്സ് എസ്കിലസ് ആൻഡ് യൂറിപ്പിഡീസ്. അപ്പം ഈ ജനനവർഷം, ജീവിച്ചിരുന്ന വർഷം, ജനിച്ച വർഷം കണക്കിലെടുത്ത് കഴിഞ്ഞാൽ പ്രാചീന ഗ്രീസിലെ, പ്രാചീന ഏതൻസിലെ വളരെ പ്രശസ്തരായ 3 ട്രജീഡിയൻസ്, അവർക്കിടയിലായിരുന്നു, അവരുടെ രണ്ടാമനായിരുന്നു സോഫോക്ലീസ്. ഇൻ ദി ഇയർ 525 BC എസ്കിലസ് വാസ് ബോൺ. 525 BC എസ്കിലസ് ജനിച്ചു. അതിനുശേഷം സോഫോക്ലീസ് 496 BC ജനിക്കുന്നത്. 496 BC. പിന്നീടാണ് യൂറിപ്പിഡസ്, അവരെക്കാളും വളരെ പ്രായം കുറഞ്ഞ ആളായിരുന്നു യൂറിപ്പിഡീസ്. സോ chronologically Sophocles was the second in the triumvirate of the great Greek playwrights Aeschylus and Euripides. Sophocles was born in the year 496 BC in the rural suburb, in the village suburban area of Colonus near Athens. Athens എന്ന് പറയുന്ന സിറ്റി സ്റ്റേറ്റിൻ്റെ പഴയ പേര് അറ്റിക്ക എന്നായിരുന്നു. പഴയ 2 പ്രശസ്തമായ നഗരരാഷ്ട്രങ്ങൾ, സിറ്റി സ്റ്റേറ്റ്സ് ആയിരുന്നു ഏതൻസും, ദി അതർ വൺ വാസ് സ്പാർട്ട. പഠിച്ചിട്ടുണ്ടല്ലോ ഇവർക്കിടയിലുണ്ടായ പെലോപ്പൊണീഷ്യൻ ബാറ്റിലിനെ കുറിച്ചും വാറിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ ഇൻ ഹിസ്റ്ററി യു ഹാവ് സ്റ്റഡീഡ്. സോ ഇൻ വിച്ച് ഇയർ Sophocles was born? Sophocles was born in the year 496 BC in the rural suburbs of Colonus near Athens. He died in 406 BC. So he died at the age of 90. At the time of his death he was 90. മരിക്കുമ്പോൾ 90 വയസ്സായിരുന്നു പ്രായം. അവർ 90 വയസ്സിൽ ഒരു നാടകം എഴുതി. He wrote a play at the age of 90. ഈഡിപ്പസ് at Colonus എന്ന് പറയുന്ന നാടകം he wrote it when he was 90 years of age. 90 വയസ്സിലാണ് അദ്ദേഹം എഴുതിയത്. His father, Sophocles' father, Syphilius owned an arms factory in Athens. He was born into a rich family. He was born into a well-to-do family. His father was a businessman. His father owned a very lucrative arms factory. Arms means weapons. Arms factory means factory which constructed weapons. വാള്, കുന്തം, പരിച തുടങ്ങിയ അന്നത്തെ കാലത്തെ, പഴയ കാലത്തെ BC ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന ഏതൻസിലെ ഒരു ഫാക്ടറിയുടെ ഉടമയായിരുന്നു അച്ഛൻ സിഫിലിയസ്. ഹിസ് ഫാദർ സിഫിലിയസ് ഓൺഡ് an arms factory in Athens. As a youth, when he was a youth, Sophocles won prizes in wrestling.
റെസ്ലിംഗ്, ഗുസ്തി മത്സരത്തിൽ ആൻഡ് മ്യൂസിക്കിലും അതുപോലെ ഗുസ്തി മത്സരത്തിലും പ്രൈസുകൾ നേടിയിരുന്നു. അറ്റ് ദി ഏജ് ഓഫ് 15, when he was just 15, 15 വയസ്സുള്ളപ്പോൾ he led the choral PN, PEAN, PN means victory song, വിജയഗീതം. The victory song sung by the chorus, a group of singers. അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് സോഫോക്ലിസ് ആയിരുന്നു. He was just 15 then. At the age of 15, he led the chorus PN to celebrate the famous Greek victory over the Persians at Salamis. സലാമിസിലെ പേർഷ്യക്കാരെ ഗ്രീക്കുകാരെ തോൽപ്പിച്ചതിൻ്റെ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ആ വിജയഗീതം ആലോപിക്കുന്നതിൻ്റെ ലീഡർ 15-ാമത്തെ വയസ്സിൽ സോഫോക്ലിസ് ആയിരുന്നു. Sophocles produced the first set of his plays in 468 BC. 468 BC. 468 BC അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് പ്ലേസ്, ആദ്യത്തെ പ്ലേസ് അവതരിപ്പിച്ചത്. അത് ഡയോണീഷ്യസ് തിയേറ്ററിലായിരുന്നു. ഡയോണീഷ്യസ് ഈസ് ദി ഏൻഷ്യൻ്റ് ഗ്രീക്ക് ഗോഡ് ഓഫ് വൈൻ. മദ്യത്തിൻ്റെ ദേവനാണ്, വൈൻ്റെ ദേവനാണ് ഡയോണീഷ്യസ്. അപ്പോൾ ഡയോണീഷ്യസിൻ്റെ ആ ഫെസ്റ്റിവലിൽ അതായത് ഈ ഗ്രേപ്സൊക്കെ ബ്രൂ ചെയ്യാൻ തുടങ്ങുന്ന സമയം സ്പ്രിംഗ് സീസണിൽ, എല്ലാ വർഷവും സ്പ്രിംഗ് സീസണിലാണ് ഈ ഡയോണീഷ്യൻ ഡേ ആചരിക്കുന്നത്. ആ ഡയോണീഷ്യൻ ഡേയിൽ ഡയോണീഷ്യസ് തിയേറ്റർ അങ്ങനെ ഒരു നാടകവേദി ഉണ്ടായിരുന്നു. ഏൻഷ്യൻ്റ് ഗ്രീക്ക് തിയേറ്റർ എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ, ഹാഫ് സർക്കിൾ ഷേപ്പിലാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഓപ്പൺ ടു ദി സ്കൈ, മുകളിലൊന്നുമില്ല. And at the back there was a wall made of stone. കല്ലുകൊണ്ട് നിർമ്മിച്ച സ്ട്രോങ് ആയൊരു വാളുണ്ടായിരുന്നു. ആ വാളിലാണ് സീനറിയും മറ്റുമൊക്കെ, സീൻ പെയിൻറ്റിങ്ങും സീനറിയും ഒക്കെ തൂക്കിയിട്ടിരുന്നത് ഈ ആ കട്ടിയുള്ള ഭിത്തിയിലായിരുന്നു. സോ ദിസ് വാസ് ദി സ്ട്രക്ചർ ഓഫ് ദി ഗ്രീക്ക് തിയേറ്റർ ദെൻ. ഡയോണീഷ്യസ് തിയേറ്റർ, പിന്നെ ഹൈനസ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ, അതിനോടനുബന്ധിച്ച് നാടകങ്ങൾ നടത്തുമായിരുന്നു. എന്തായാലും ദി ഫസ്റ്റ് സെറ്റ് ഓഫ് ഹിസ് പ്ലേസ് were produced in the year 468 BC. They were immediately successful. They were grand successes. The plays were immediate successes, and he was awarded the first coveted first place at the Dionysian festival that took place every spring, winning over his own mentor Aeschylus. അതല്ല രസം. എസ്കിലസ് എന്ന് പറയുന്നത്, എസ്കിലസ് വാസ് എ മെൻറ്റർ ഓഫ് സോഫോക്ലിസ്, ഓർ സോഫോക്ലിസ് ഇമിറ്റേറ്റഡ് എസ്കിലസ് ഇൻ റൈറ്റിംഗ് ട്രാജഡി എഴുതുന്ന കാര്യത്തിൽ, അതിൻ്റെ ഫോമിൻ്റെ കാര്യത്തിലൊക്കെ എസ്കിലസിനെയാണ് സോഫോക്ലിസ് മാതൃകയാക്കിയിരുന്നത്. അപ്പോൾ ഈ ട്രാജഡിയുടെ കാര്യത്തിൽ സോഫോക്ലീസിൻ്റെ മെൻറ്റർ, ഗൈഡ്, അതൊക്കെയായിരുന്നു നമ്മുടെ എസ്കിലസ് വളരെ മനോഹര അഗമനനാണ്. അതുപോലെ പ്രൊമിത്തിയസ്, അൺബൗണ്ട് തുടങ്ങിയ പ്രശസ്തങ്ങളായ നാടകങ്ങളുടെ കർത്താവാണ് എസ്കിലസ്. തൻ്റെ മെൻറ്ററായ എസ്കിലസിനെ 468 BC തോൽപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ദി മോസ്റ്റ് കവറ്റഡ് ഫസ്റ്റ് പ്ലേസ് ഹി വാസ് ഏബിൾ ടു വിൻ, വിജയിക്കാൻ കഴിഞ്ഞത്. സോഫോക്ലസ് പ്രൊഡ്യൂസ്ഡ് ഹിസ് ഫസ്റ്റ് സെറ്റ് ഓഫ് പ്ലേസ് ഇൻ 468 BC. And they were immediately successful, and he was awarded the coveted first place at the Dionysian festival. ഈ ഗ്രേപ്സ് ഒക്കെ കാസ്കിൽ അല്ലെങ്കിൽ ബാരലിട്ട് ബ്രൂ ചെയ്യുന്ന സമയം, ദാറ്റ് ടു പ്ലേസ് എവറി സ്പ്രിംഗ് സീസൺ. ഈ ഫലങ്ങളൊക്കെ ശേഖരിക്കുന്നത്, ഗ്രേപ്സ് ശേഖരിക്കുന്നത് സ്പ്രിംഗ് സീസണിലായിരുന്നു. ആ സ്പ്രിംഗ് സീസണിൽ ഡയോണീഷ്യൻ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നാടക മത്സരത്തിൽ വിജയിച്ചത് സോഫോക്ലീസാണ്. തൻ്റെ മെൻറ്ററായ എസ്കിലസിനെ, തൻ്റെ സീനിയറായ എസ്കിലസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഹി വാസ് ഏബിൾ ടു വിൻ ഇൻ ദി കോമ്പറ്റീഷൻ. ഇൻ ദി ഡ്രമാറ്റിക് കോമ്പറ്റീഷൻ ഹി വാസ് ഏബിൾ ടു വിൻ ബൈ ഡിഫീറ്റിംഗ് ഹിസ് മെൻറ്റർ Aeschylus in the competition, winning over his own mentor Aeschylus. He went on to win the first prize at least 18 to 20 times and ranked second several other times.
ഒരു 18-20 പ്രാവശ്യമെങ്കിലും സ്പ്രിംഗ് സീസണിലെ ഡയോണീഷ്യൻ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള നാടക മത്സരത്തിൽ ഇദ്ദേഹം 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. മറ്റ് സന്ദർഭങ്ങളിലൊക്കെ 2ാം സ്ഥാനവും നടക്കാറില്ല. അതിൽ താഴെയുള്ള ഒരു പ്രൈസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, അതിന് താഴെ പോയിട്ടില്ല അദ്ദേഹം. ഹി നെവർ ഗോട്ട് എ ലെസർ പ്രൈസ് ദാൻ ദാറ്റ്. ആ സെക്കൻഡ് പ്ലേസ് എന്നുള്ളതിന് താഴെ ഒരിക്കലും അദ്ദേഹം വന്നിട്ടില്ല, ഒരിക്കലും അല്ല ഒരു ലെസർ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ 18 മുതൽ 20 പ്രാവശ്യം വരെ ഹി വാസ് ഏബിൾ ടു വിൻ ദി ഫസ്റ്റ് പ്ലേസ് ഇൻ ദി ഡ്രാമാറ്റിക് കോമ്പറ്റീഷൻ, ഇൻ ദി ഡ്രാമ കോമ്പറ്റീഷൻ, ആൻഡ് അറ്റ് അതർ ടൈംസ് ഹി വാസ് ഏബിൾ ടു വിൻ ദി സെക്കൻഡ് പ്ലേസ്. മറ്റവസരങ്ങളിൽ ഇൻ അതർ ഒക്കേഷൻസ് ഹി വാസ് ഏബിൾ ടു വിൻ ദി സെക്കൻഡ് പ്ലേസ് കിട്ടിയിട്ടുണ്ട്. അതിലും താഴെയുള്ള ഒരു പ്ലേസ് അദ്ദേഹം ഒരിക്കലും കരസ്ഥമാക്കിയിട്ടില്ല, അങ്ങനെ താഴോട്ട് പോയിട്ടില്ല അദ്ദേഹം. സോഫോക്ലീസ് 120 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 110 നാടകങ്ങളുടെ ടൈറ്റിൽസ് മാത്രമേ അറിയാവൂ. അതുപോലെ 7 നാടകങ്ങൾ മാത്രമേ പൂർണ്ണമായും ആധുനിക ലോകത്ത് നവോത്ഥാന കാലത്ത് കിട്ടിയിട്ടുള്ളൂ. റെണസൻസ് പീരീഡിൽ ഒരു 7 നാടകങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ, 7 നാടകങ്ങൾ മാത്രം. അതിൽ അദ്ദേഹത്തിൻ്റെ ഈ 7 നാടകങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ നാടകം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ടിൽ ദി ഗ്രേറ്റസ്റ്റ് പ്ലേ ഈസ് ഈഡിപ്പസ് ടിറണസ്. ടിറണസ് മീൻസ് ദി കിങ്, ഈഡിപ്പസ് ദി കിങ്. അപ്പോൾ ഈഡിപ്പസിൻ്റെ ഫാമിലിയിലെ ആ ഒരു കേഴ്സ്, ബാഡ് കേഴ്സ്, അതുമൂലം ഉണ്ടാകുന്ന ദാരുണമായ സംഭവങ്ങൾ, തൻ്റെ മദറായ ജോക്കാസ്റ്റയെ വിവാഹം കഴിക്കേണ്ടി വരികയും അതിൽ 4 സന്തതികൾ ഉണ്ടാകേണ്ടി വരുന്ന ആ ഒരു ശാപം. അതിൽ 4ാമത്തവളാണ് നമ്മുടെ കഥാപാത്രമായ ആൻറ്റിഗണി. 4ാമത്തെ പെൺകുട്ടിയാണ് ആൻറ്റിഗണി. അപ്പം ഈഡിപ്പസ് ദി കിങ് ആണ് ഏറ്റവും പ്രശസ്തമായ നാടകം. ഐറോണിക്കലി ഹിസ് ഗ്രേറ്റസ്റ്റ് പ്ലേ ഈഡിപ്പസ് ദി കിങ് മാനേജ്ഡ് ഓൺലി എ സെക്കൻഡ് പ്ലേസ്. ഈ ഡയോണീഷ്യൻ തിയേറ്ററിലെ മത്സരത്തിൽ, ഡയോണീഷ്യൻ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള മത്സരത്തിൽ ഡയോണീഷ്യസ് ഗ്രീക്ക് ഗോഡ് ഓഫ് ഫൈൻ്റെ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള നാടക മത്സരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും ഗ്രേറ്റസ്റ്റായ പ്ലേ ഈഡിപ്പസ് ദി കിങ്ങിന് 2ാം സ്ഥാനമേ ലഭിച്ചുള്ളൂ. മെനി ക്രിറ്റിക്സ് ദാറ്റ് ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദി ബയസ്ഡ് ജഡ്ജ്മെൻറ്റ്. അത് ബയസ്ഡ് ജഡ്ജ്മെൻറ്റ് മൂലമാണ് 1ാം സമ്മാനം അത് എസ്കിലസിന് കൊടുത്തതാണെന്ന് പറയുന്നു. Then Sophocles also staged his plays at Hanae, Hanae. ഹനൈ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലിനോടനുബന്ധിച്ചും സോഫോക്ലീസ് നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നാടകങ്ങൾ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. സോഫോക്ലീസ് ഓൾസോ സ്റ്റേജ്ഡ് ഹിസ് പ്ലേസ് അറ്റ് ഹനൈ. What is Hanai? The annual feast of the wine vats. Vats എന്ന് പറഞ്ഞാൽ it is the barrel or it is the cask. ആ പെട്ടി, തടി കൊണ്ടുള്ള പെട്ടി അല്ലെങ്കിൽ ബാരൽ, in which wine is kept. വൈൻ എന്ന് പറഞ്ഞാൽ മൂക്കുംതോറുമാണ് അതിൻ്റെ ആ ഗുണമേന്മ കൂടുന്നത്. അങ്ങനെ പല വർഷങ്ങളായി ഭൂമിക്കടിയിൽ ഇങ്ങനെ കാസ്കിൽ അല്ലെങ്കിൽ ബാരലിൽ കുഴിച്ചിടുന്ന വൈനാണ് പുറത്തേക്ക് എടുക്കുന്നത്. ആ വൈൻ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു ഫെസ്റ്റിവലുണ്ട്, അതാണ് ഹനൈ എന്ന് പറയുന്ന ഉത്സവം. അതിനോടനുബന്ധിച്ചും സോഫോക്ലീസ് enacted his plays. So his plays were enacted at Hanai, the annual feast of the wine vats. Vat എന്ന് പറഞ്ഞാൽ VAT, vat means this cask or barrel in which wine is kept. ഈ ഒരു ഉത്സവം, ഹനൈ എന്ന് പറയുന്ന ഉത്സവം held each January in Athens after 450 BC. 450 BCക്ക് ശേഷം ജാനുവരിയിൽ ഏതൻസിൽ നടക്കുന്ന ഉത്സവത്തിൽ സോഫോക്ലീസിൻ്റെ നാടകങ്ങൾ അവിടെയും അവതരിപ്പിച്ചിരുന്നു. ഹനൈ എന്ന് പറയുന്ന ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഫീസ്റ്റ് ഇറ്റ് വാസ് സംചസ് ഓർ ഗ്രാൻഡ്. ഇറ്റ് വാസ് ആൻ എലാബറേറ്റ് വൺ. ദ ഫീസ്റ്റ് ഇൻക്ലൂഡഡ് എലാബറേറ്റ് പ്രൊസഷൻസ്, വളരെ എലാബറേറ്റായ ഘോഷയാത്രകൾ, റിച്വൽസ്, അനുഷ്ഠാനങ്ങൾ, ആൻഡ് ഡ്രമാറ്റിക് contests were there. And in the dramatic contests, Sophocles was able to win the first place many times. ധാരാളം പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് തന്നെ നേടിയിട്ടുണ്ട്. Sophocles learned much of his art of tragedy
ഫ്രം എസ്കിലസ്. നേരത്തെ നമ്മൾ പറഞ്ഞു സോഫോക്ലീസിൻ്റെ മെൻറ്ററാണ് എസ്കിലസ് എന്ന്. സോഫോക്ലീസ് ലേൺഡ് മച്ച് ഓഫ് ഹിസ് ആർട്ട് ഓഫ് ട്രാജഡി ഫ്രം എസ്കിലസ്. എസ്കിലസ്, ദി ഫാദർ ഓഫ് ഗ്രീക്ക് ട്രാജഡി. എസ്കിലസ് ഈസ് നോൺ ആസ് the father of Greek tragedy. Who is the father of Greek tragedy? Aeschylus, the father of Greek tragedy. But he contributed his own innovations to Greek drama. But Sophocles contributed his own innovations, his own novelties, പുതുമകൾ, innovations, novelties to Greek drama. ഗ്രീക്ക് നാടകവേദിയിലെ തൻ്റേതായ സംഭാവനകൾ, പുതുമകൾ സമ്മാനിക്കാൻ കഴിഞ്ഞു. ആ ഗ്രീക്ക് നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങൾ 1-2 ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ കോറസ് സിംഗേഴ്സാണ്. കോറൽ സിംഗേഴ്സ് ഓർ കോറസ് സിംഗേഴ്സ്. കോറസ് ഗ്രൂപ്പ് ഒരു 10-12 പേരുണ്ടായിരുന്നു. 2 ക്യാരക്ടേഴ്സും അങ്ങനെയായിരുന്നു അന്നത്തെ നാടകങ്ങൾ. അപ്പം ഇതിനൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തി നമ്മുടെ സോഫോക്ലീസ്. അതാണ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദി ഗ്രീക്ക് ഡ്രാമ. ഹി ഇൻക്രീസ്ഡ് the chorus strength of the chorus singers from 12 to 15. Sophocles increased the chorus strength from 12 to 15. 12 chorus singers-ൽ നിന്നും 15 chorus singers ആയിട്ട് അദ്ദേഹം വർദ്ധിപ്പിച്ചു. He included the use of painted scenery on stage. ട്രാജഡിയൊക്കെ ആണെങ്കിൽ പെയിൻറ്റഡ് സീനറീസ് കാണിക്കും. കോമഡിയൊക്കെ അന്ന് കാണിക്കുമായിരുന്നെങ്കിൽ ഈ സ്റ്റേജിൻ്റെ പുറകിലുള്ള കല്ലുകൊണ്ടുള്ള ആ ഭിത്തിയിൽ കൊട്ടാരത്തിൻ്റെയോ ദേവാലയത്തിൻ്റെയൊക്കെ ആ സീനറി പെയിൻറ്റ് ചെയ്ത് വയ്ക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും സോഫോക്ലീസ് ഇൻക്ലൂഡഡ് ദി യൂസ് ഓഫ് പെയിൻറ്റഡ് സീനറി ഓൺ സ്റ്റേജ്. എസ്കിലസിൻ്റെ ഒന്നും നാടകങ്ങളിൽ അങ്ങനെ പെയിൻറ്റഡ് സീനറീസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹി ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് എ തേർഡ് actor as key figure in the play. In the lead role he also presented a third actor. എസ്കിലസിൻ്റെ മിക്ക നാടകങ്ങളിൽ 2 ആക്ടേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അഥവാ ഒരു 3ാമത്തെ ആക്ടർ ഉണ്ടെങ്കിൽ ഹി ഒൺലി ഹാഡ് ആൻ അൺഇമ്പോർട്ടൻ്റ് റോൾ. അതേസമയത്ത് മറ്റ് 2 ആക്ടേഴ്സിനോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള 3ാമത്തെ ഒരു ആക്ടറെ കൂടെ ഇദ്ദേഹം ഉൾപ്പെടുത്തി നാടകത്തിൽ, സോഫോക്ലീസ്. ഹി ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് എ തേർഡ് ആക്ടർ ആസ് ഇൻ ദി ലീഡ് റോൾ ഓർ ആസ് a key figure in the play. So these were the innovations he contributed to the Greek drama. Of more than 120 Sophoclean plays written over a span of 60 years, only the titles of 110 plays are known. ഒരു 60 വർഷത്തെ ഒരു പീരീഡിനിടയിൽ, ഒരു സ്പാനിനിടയിൽ he is said to have written 120 plays. 120 നാടകങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ദി ടൈറ്റിൽസ് ഓഫ് 110 plays are known to us. അതിൽ നമുക്ക് ആകെ ലഭ്യമാകുന്നത് 110 നാടകങ്ങളുടെ ടൈറ്റിൽസ് മാത്രം. ഇനി അൺഫോർച്ചുനേറ്റ്ലി only 7 plays have survived intact into modern times. ഇപ്പോൾ റെനസൻസ് പീരീഡിൽ നമ്മുടെ മോഡേൺ വേൾഡിന് കിട്ടിയത് 7 നാടകങ്ങൾ മാത്രം. പൂർണ്ണമായ രൂപത്തിലുള്ള 7 നാടകങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആകെ 120 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 110 നാടകങ്ങളുടെ പേരുകൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അതിലെ പൂർണ്ണ രൂപത്തിലുള്ള 7 നാടകങ്ങൾ മാത്രമേ മോഡേൺ ടൈംസിൽ ലഭ്യമായിട്ടുള്ളൂ. So unfortunately only 7 plays have survived intact into modern times. ആ 7 നാടകങ്ങൾ, which are the 7 plays? The first one is Ajax and Trachini. Ajax and Trachini, there's another name, Women of Trachis. അജാക്സ് എന്ന് പറയുന്ന ഹീറോയുടെ പതനം പറയുന്ന അജാക്സ് ആൻഡ് ട്രാക്കിനി, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് വിമൻ ഓഫ് ട്രാക്കിസ്. രണ്ടാമത്തെ നാടകമാണ് 440 BC എഴുതിയ നമ്മുടെ ആൻറ്റിഗണി. ആൻഡ് തേർഡ് പ്ലേ ഇലക്ട്ര. ഫോർത്ത് വൺ, the most important play, the most famous play of most important play of Sophocles, Oedipus Tyrannus, that is Oedipus the king.
Oedipus the king. And fifth one, Philoctetus. And the sixth one, Oedipus at Colonus. അവസാനത്തെ ഒരു ബേളസ്ക് പ്ലേ പോലെ ഒരു നാടകം, എ സെറ്റർ പ്ലേ, SATYR, സെറ്റർ പ്ലേ. ഇറ്റ് ഈസ് എൻറ്റൈറ്റിൽഡ് സെറ്റർ പ്ലേ എന്ന് പറഞ്ഞ ഒരു ബേളസ്ക് പോലെ ഒരു നാടകം, ഒരു വനത്തിൻ്റെയൊക്കെ അന്തരീക്ഷത്തിലുള്ള ആ ഒരു വുഡ്ലാൻഡ് ക്രീച്ചറിനെയൊക്കെ പ്രസൻറ്റ് ചെയ്തുള്ള ഇഗ്നൈറ്റിസ്. അതിന് വേറൊരു പേരുകൂടിയുണ്ട്, ദി ട്രാക്കേഴ്സ് എന്നൊരു പേരുകൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ 7 നാടകങ്ങൾ മാത്രമാണ് ആധുനിക ലോകത്തിന് പൂർണ്ണ രൂപത്തിൽ കിട്ടിയിട്ടുള്ളത്. സോഫോക്ലീസ് ഹാഡ് 2 സൺസ്, 2 പുത്രന്മാരുണ്ടായിരുന്നു. ദി ഫസ്റ്റ് വാസ് അയോഫോൺ. He was also a tragedian. He was also a tragedy writer like Sophocles. സോഫോക്ലീസിനെ പോലെ ഒരു ട്രാജഡി റൈറ്ററാണ്, ട്രജീഡിയൻ ആയിരുന്നു അയോഫോൺ. ബൈ ഹിസ് ലീഗൽ വൈഫ് നിക്കോസ്ട്രേറ്റ് ലീഗൽ വൈഫായിരുന്നു. കൂടാതെ ഒരു മിസ്ട്രസ് കൂടി ഉണ്ടായിരുന്നു. ഒരു തമിഴിലൊക്കെ പറയുന്ന ചിന്ന വീട് പോലെയുള്ള അതിലൊരു പുത്രനുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പം തെലുങ്കിൽ ഇറങ്ങിയ പുഷ്പ എന്ന് പറയുന്ന സിനിമയിൽ അതിലെ നായകൻ്റെ അമ്മ ഒരു വലിയ മുതലാളിയുടെ മിസ്ട്രസ് ആയിരുന്നു. അപ്പം അതേപോലെ ഹി ഹാഡ് എ സെക്കൻഡ് സൺ അഗാത്തോൺ എന്ന് പറയുന്നൊരു പുത്രനുണ്ടായിരുന്നു, അഗാത്തോൺ ബൈ ഹിസ് മിസ്ട്രസ്. ഈ അഗാത്തോണിൻ്റെ മകൻ്റെ പേരും സോഫോക്ലീസ് എന്നായിരുന്നു. അതായത് സോഫോക്ലീസിൻ്റെ ഈ ഇല്ലീഗൽ സണ്ണിൻ്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ മകൻ്റെ പേരും സോഫോക്ലീസ് എന്നായിരുന്നു, പൗത്രൻ്റെ പേരും സോഫോക്ലീസ് എന്നായിരുന്നു. ട്രാജഡി എഴുതുന്ന കാര്യത്തിൽ മൂത്ത മകനെ അയോഫോണിനെ ധാരാളം സഹായിച്ചിട്ടുണ്ട് സോഫോക്ലീസ്. ഇയാൾ ഹെൽപ്ഡ് ഹിം വെരി മച്ച് ഇൻ റൈറ്റിംഗ് ഓഫ് ട്രാജഡീസ്. ദി മേജർ പാർട്ട് ഓഫ് സോഫോക്ലീസസ് ലൈഫ് കോയിൻസൈഡഡ് വിത്ത് ദി ഗോൾഡൻ ഏജ് ഓഫ് ഏൻഷ്യൻ്റ് ഗ്രീസ്. ഈ സോഫോക്ലീസിൻ്റെ ജീവിതത്തിൻ്റെ മേജർ പാർട്ടും, അദ്ദേഹം ജനിച്ചത് 496 BC, മരിച്ചത് 406 BC, ആ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ വാസ്തവത്തിൽ ഏൻഷ്യൻ്റ് ഗ്രീസിൻ്റെ ഗോൾഡൻ ഏജ് ആയിരുന്നു. പെരിക്ലിയൻ ഏജ് എന്ന് പറയുന്നത് ഗോൾഡൻ ഏജ് എന്നല്ല അറിയപ്പെടുന്നത്, പെരിക്ലീസിൻ്റെ കാലഘട്ടമൊക്കെ ആയിരുന്നു. ദി മേജർ പാർട്ട് ഓഫ് സോഫോക്ലീസസ് ലൈഫ് കോയിൻസൈഡഡ് വിത്ത് ദി ഗോൾഡൻ ഏജ് ഓഫ് ഏൻഷ്യൻ്റ് ഗ്രീസ്. Ancient Greece was an undisputed imperial power and a great center of culture and learning. Ancient Greece was an undisputed imperial power. Ancient Greece എന്ന് പറയുന്നത് തർക്കം ഇല്ലാത്ത രീതിയിലുള്ള ഒരു സാമ്രാജ്യത്വ ശക്തിയായിരുന്നു. ഇമ്പീരിയൽ പവർ, സാമ്രാജ്യത്വ ശക്തിയായിരുന്നു. ആൻഡ് എ ഗ്രേറ്റ് സെൻറ്റർ ഓഫ് കൾച്ചർ ആൻഡ് ലേണിംഗ്. സംസ്കാരത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒരു വലിയ കേന്ദ്രം കൂടിയായിരുന്നു ഏൻഷ്യൻ്റ് ഗ്രീസ്, പ്രത്യേകിച്ചും ഏതൻസ്. സം ഓഫ് ദി ഗ്രേറ്റ് സ്റ്റേറ്റ്സ്മെൻ who ruled Athens in this period such as Pericles and Cimon were friends of Sophocles. Some of the great statesmen who ruled Athens in this period such as Pericles and Cimon were friends of Sophocles. ഈ കാലഘട്ടത്തിലെ, ഈ സുവർണ കാലഘട്ടത്തിലെ ഭരണകർത്താക്കളായിരുന്നു പെരിക്ലിയൻ യുഗം അറിയപ്പെടുന്നത് തന്നെ ദി ഗോൾഡൻ ഏജ് ഓഫ് ഏൻഷ്യൻ്റ് ഗ്രീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഏതൻസിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു പെരിക്ലിയൻ ഏജ്. അപ്പോൾ പ്രശസ്തരായ സ്റ്റേറ്റ്സ്മെൻ, ഏതൻസ് ഭരിച്ചിരുന്ന സ്റ്റേറ്റ്സ്മെനായ പെരിക്ലിസ് ആണെങ്കിലും സൈമൺ ആണെങ്കിലും സോഫോക്ലീസിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ദോ ഹി വാസ് നെവർ ടെംപ്റ്റഡ് ടു സീക്ക് ഓണേഴ്സ് ആൻഡ് ഫോർച്യൂൺസ് ഇൻ ഹൈ പ്ലേസസ്, ഹി വാസ് ട്വൈസ് ഇലക്റ്റഡ് ജനറൽ, വൺസ് അണ്ടർ പെരിക്ലിസ് ആൻഡ് ലേറ്റർ വിത്ത് നിഷ്യസ്. അധികാരത്തോടൊന്നും യാതൊരു ഭ്രമവും, അധികാരത്തോടും ധനത്തോടും ആർത്തിയൊന്നും സോഫോക്ലീസിന് ഉണ്ടായിരുന്നില്ല. എങ്കിലും സുഹൃത്തുക്കളാണ് ഈ സ്റ്റേറ്റ്സ്മെൻ്റ് ഭരണകർത്താക്കൾ എന്നുള്ളത് കൊണ്ട് തന്നെ ദോ ഹി വാസ് നെവർ ടെംപ്റ്റഡ്, സോഫോക്ലീസ് വാസ് നെവർ ടെംപ്റ്റഡ് ടു സീക്ക് ഓണേഴ്സ് ആൻഡ് ഫോർച്യൂൺസ് ഇൻ ഹൈ പ്ലേസസ്. അങ്ങനെ ഓണേഴ്സ്, ബഹുമതികളോ അല്ലെങ്കിൽ സമ്പത്തോ അദ്ദേഹം സീക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഹി വാസ് ട്വൈസ് എലക്റ്റഡ്. 2 times he was elected general.
2 പ്രാവശ്യം ജനറലായി പട്ടാള മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അണ്ടർ പെരിക്ലീസ്, വൺസ് അണ്ടർ പെരിക്ലീസ്, ഒരിക്കൽ പെരിക്ലീസിൻ്റെ കാലഘട്ടത്തിൽ പെരിക്ലീസിൻ്റെ കീഴിലും, ലേറ്റർ വിത്ത് നിഷ്യസ്, പിന്നീട് നിഷ്യസ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്സ്മാൻ്റെ കീഴിലും ഹി ബിക്കെയിം ജനറൽ. സോ ദിസ് ഈസ് അബൌട്ട് സോഫോക്ലിസ്.